ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? പല പല കാര്യങ്ങളിലും കാനഡ ചരിത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാനഡയിൽ ഏറ്റവും വലിയൊരു ചരിത്രം രചിക്കാൻ പോവാണ് ഈ ഒരു വർഷം. എന്താ കാര്യം എന്ന് വെച്ചെങ്കിൽ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ആന്റി ഇമിഗ്രന്റ് റാലി, അതായത് 9 മാസങ്ങൾക്ക് മുമ്പ് ഒരു റാലി ഇവിടെ നടന്നു. നമ്മൾ ആരും അന്ന് അത്രയധികം ചെവിക്കൊണ്ടില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല. കാരണം നമ്മൾ അത്ര എഫക്ട് ചെയ്യാത്തതാണല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ സെപ്റ്റംബർ 13 വരണ ശനിയാഴ്ച ഇവിടെ ഒരു പാർക്കിൽ വീണ്ടും ഈ സെയിം സാധനം വീണ്ടും അവർ വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും അതിപ്പോൾ നമുക്ക് എന്താ വിഷയം എന്ന്. നമുക്കാണ് ഒന്നര വിഷയം. കാരണം ഇതൊരു വൈറസ് പോലെയാണ്. ആദ്യത്തെ റാലിക്ക് 50 പേരാണെങ്കിൽ പിറ്റത്തിന് വരാൻ പോണത് 200 പേരാവും. സ്പെഷ്യലി ഇപ്പോ നമ്മൾക്കെതിരെയുള്ള ഈ ഇമിഗ്രൻസിനെതിരെയുള്ള എല്ലാ രാജ്യത്തുള്ള ഈ സ്പർദ്ധ ഓരോ സൈഡിൽ കൂടെ വന്ന് ഇവിടെയും ഇത് വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സാധനം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഉണ്ടാകാൻ പോണ ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്നറിയാം? ഈ ആന്റി ഇമിഗ്രന്റ് റാലി നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ സപ്പോർട്ട് ഇമിഗ്രന്റ് എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്ന ഒരു പറ്റം ആൾക്കാർ അപ്പുറത്തും വന്നിട്ടുണ്ട്. എല്ലാ രാജ്യത്തും ഇത് സംഭവിച്ചുള്ളതാണ്. UK ഇങ്ങനത്തെ റാലി നടന്നപ്പോൾ അവിടുത്തെ ആൾക്കാരനെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഈ പണി മക്കളെ പരിപ്പ് വേവില്ല, വിട്ടോ എന്ന് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ ഈ അടുത്ത് സംഭവിച്ച കാര്യമാണ്. അപ്പോൾ ഇതിനെ സംഭവിക്കണ എന്നിട്ടാ, ഈ ഒരു നമ്മളോടുള്ളൊരു വെറുപ്പ് നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് ഇതുകൊണ്ട് നൈസായിട്ട് ഊതിപ്പിരിപ്പിച്ചിട്ട് ഈ വക റാലി കാര്യങ്ങൾ വരുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ കുറെ ടീമുകൾ അവിടെ നുഴഞ്ഞു കയറും. നിയോനാസികള്, വൈറ്റ് സുപ്രീമിസ്റ്റുകൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ. ഇവർ ഈ സാധനം അലങ്കോലാക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇതിനെ ഓപ്പോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇമിഗ്രൻസ് ഉണ്ടാ വാടാന്നും പറഞ്ഞ് നെഞ്ചു പിരിച്ച് അപ്പുറത്ത് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ ഇടയിലേക്ക് ഒരു കല്ലോ കാര്യങ്ങളോ ഒന്ന് എറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചീമുട്ടയോ ഒരെണ്ണെടുത്ത് എറിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആ മറ്റവരുടെ ഉദ്ദേശം കറക്റ്റായിട്ട് നടക്കും. അവിടെ ഒരു വലിയൊരു മോശപ്പെട്ട അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോവും. പൊട്ടായിരിക്കണ ഒരു ബോംബുമേ നമ്മൾ കൊണ്ടിട്ട് തീ ഇടുന്ന പോലെയാവും. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവര്, നിങ്ങൾ ദയവ് ചെയ്ത് കാനഡയിലേക്ക് നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ടൊറന്റോയിലാണ് ഈ സംഭവം നടക്കുന്നത്. ബാക്കിയുള്ള വിവരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. എവിടെയെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കാഴ്ചക്കാരായിട്ട് പോലും ആ ഭാഗത്ത് നിങ്ങൾ പോയേക്കരുത്. സ്പെഷ്യലി കുട്ടികളോടെ പറയണത്, സ്റ്റുഡൻസിനോട്. കാരണം നിങ്ങളുടെ ഈ പ്രായം കഴിഞ്ഞ് ഞാനും വന്നേ, കുറച്ച് ചോരത്തിളപ്പൊക്കെ ഉണ്ടാവും. എന്നാ പിന്നെ കണ്ടിട്ടുള്ള കാര്യമുള്ളോ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ സമ്മറാണ്. കഴിഞ്ഞ ആഴ്ച ഓണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോവാന്ന് പറഞ്ഞിട്ട് പോലും 1 മണി മുതൽ 4 മണിയുള്ള സമയത്ത് മാക്സിമം ഇറങ്ങാതിരിക്കുക. അതാണ് നമുക്ക് ചെയ്യേണ്ട പണി. കാരണം നമ്മൾ പല ഇതിനകത്തും ഒരു അടി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തലൊന്നും ഇങ്ങനെ ആക്കി കൊടുത്താൽ അതങ്ങോട്ട് പൊക്കോളും. ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിന്നിട്ടേ ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ കയറി നിൽക്കുന്നതാണ് ബുദ്ധി. ആവേശം കാണിക്കുന്നത് ഒരിക്കലും ഭീരുത്വം കാണിച്ചിട്ടാവരുത്, അല്ലെങ്കിൽ മണ്ടത്തരം കാണിച്ചിട്ടാവരുത്. അത് നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കണം. കാരണം ഈ രാജ്യത്ത് നിങ്ങൾ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും കേസും ബുക്കാറും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ PR ബാധിക്കും. ഇത് തന്നെയാണ് ഈ റാലി നടത്തുന്നവരുടെ ഉദ്ദേശം. അപ്പൊ അതിലേക്ക് പോയിട്ട് നിങ്ങൾ വെച്ചു കൊടുക്കരുത്. വല്ല കുട്ടികളുടെയും മാതാപിതാക്കൾ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതാ കുട്ടികൾക്ക് ഒന്ന് അയച്ചു കൊടുക്കുക ഈ വീഡിയോ. ഇനി ഇതിന്റെ മറ്റൊരു വശം പറഞ്ഞുതരാം. ഈ ഒരു റാലി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ന്യൂസ് ആവും. അതുപോലെ തന്നെ നമ്മളേക്കും ജോലി ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ഇതിന്റെ ഒരു ഫീവർ വരും. അതായത് നിങ്ങൾ ഇമിഗ്രൻസ് പ്രശ്നക്കാരാണെ, മറ്റേണെ, മറിച്ചേണെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നമുക്ക് പൊതുവെ ഒരു സ്വഭാവം ഉള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മണക്കാന്ന് പറയില്ലേ, നമ്മളൊന്ന് പമ്മും പതുക്കെ. കാരണം വെച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ആ ELTSൽ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ ഡയലോഗുകളിൽ നമ്മളൊന്ന് പകയ്ക്കും എന്ത് തിരിച്ച് പറയണം എന്നുള്ളത്. അപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ലോകത്ത് ഉള്ള എല്ലാ ഇമിഗ്രൻസിനും വേണ്ടിയിട്ട് പറയുന്നതാ. കാനഡത്തെ മാത്രമല്ല, ഇവർക്ക് എന്തുകൊണ്ട് നമ്മളോട് ഇത്ര ദേഷ്യം വരണത്? നമ്മൾ ചത്ത് കിടന്ന് പണിയെടുക്കും അല്ലേ? ഇവിടത്തെ വലിയ വലിയ മൂപ്പന്മാര് തുരുമ്പ് പിടിച്ച GMCയും ഫോർഡും അല്ലെങ്കിൽ പണ്ടത്തെ വല്ല വണ്ടികൾ ഓടിച്ച് നടക്കുമ്പോൾ ഈ 2025 മോഡൽ അല്ലെങ്കിൽ 26 മോഡൽ ബെൻസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതും മേടിച്ച് അടിച്ചു പൊളിച്ച് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഇമിഗ്രൻസ്. അവർക്ക് ഇഷ്ടപ്പെടും? അപ്പോൾ ഇഷ്ടപ്പെടില്ല. ഇപ്പൊ ഇന്നാൾ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ അവർ പറഞ്ഞു, മറ്റേ കൊച്ചിയിലത്തെ ബ്രോഡ്വേ ആ സ്ട്രീറ്റിൽ അവർ പോവാറില്ല. സൺഡേ മാക്സിമം അവിടെ പോവില്ല. കാരണം അവിടെ ബംഗാളികൾ ഫുള്ള് ഷോപ്പിങ്ങിന് ഇറങ്ങി അവരെ തേരവാശിയാ. ഇതേപോലെ തന്നെയാണ് നമ്മളൊരു സ്ഥലത്ത് ചെന്ന് നമ്മളൊരു സാധനം പിടിച്ചടക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നമ്മൾ പെറ്റ് പെരുകുമ്പോൾ അവർ പതുക്കെ ആ സ്ഥലത്ത് നിന്ന് മാറും. അതാണ് ഇപ്പൊ GTയുടെ അവസ്ഥ.
അതുകൊണ്ടാണ് അവരത് പറഞ്ഞത്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് കല്ലിരിപ്പുണ്ട്, കയ്യിരിപ്പ് നമ്മുടെ പ്രശ്നമാണ്, അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ ഇമിഗ്രൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ പലരും പറയും ഇവിടുത്തെ സ്റ്റുഡൻസ് വന്നു പോയി അതിന്റെ പേരിൽ ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ സ്ഥലമില്ലേ, മക്കൾക്ക് വർക്ക് ചെയ്യാൻ സ്ഥലമില്ലേ എന്നൊക്കെയും പറയും. ഇവിടെ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവര് വന്നിട്ട് എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടായിന്ന് അറിയണമെന്ന് വെച്ചെങ്കിൽ എന്ത് വേണമെന്നറിയാം. ഇപ്പോ ഈ കുട്ടികളെ കൊണ്ടുവരാത്തതിന്റെ പേരിൽ പൂട്ടിപ്പോയിട്ടുള്ള ഒരു ലോഡ് ക്യാമ്പസ് ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾ ചോദിക്കണം, അപ്പൊ എന്തേ നിങ്ങളുടെ മക്കൾക്ക് പഠിക്കുന്നുണ്ട്? ഇപ്പോ അതായത് ഇവരുടെ പിള്ളേര് മാത്രം വന്നുകൊണ്ടൊന്നും ഇവിടുത്തെ കോളേജുകൾ നിറയില്ല. അതേപോലെ തന്നെ 5 മണിക്ക് അടച്ചുകൊണ്ടിരുന്ന ടിം ഹോട്ടൽസ് ഇവർക്കെല്ലാം കാലത്ത് തോന്നിയ പോലെ ബ്രേക്ക്ഫാസ്റ്റും തയ്യമായി കിട്ടാതെ പ്രാന്ത് പിടിച്ച് നടന്നിരുന്നപ്പോ നമ്മുടെ പിള്ളേര് വന്നിട്ടാണ് 24 മണിക്കൂറും പണിയെടുത്തിട്ട് ഈ സാധനയ്ക്കും ചാലോയ്ക്ക് കൊടുത്തത്. അതിനർത്ഥം എന്തുട്ടാണ്? ഇവിടുത്തെ എക്കോണമിയിലേക്ക് നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ ഇമിഗ്രൻസ് ആണെങ്കിൽ നല്ല രീതിയിൽ ഫണ്ട് പമ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇമിഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ മാതിരി കണവണ പരിപാടിയല്ല. നമ്മള് ജന്മനാട് അതിനെ വിട്ടിട്ട് നമ്മൾ വായിൽ വഴങ്ങാത്ത ഭാഷ്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഒന്നേന്ന് പിടിപ്പിച്ച് കയറ്റണമെങ്കിലേ നട്ടെല്ല് വേണം. നട്ടെല്ലിന് നല്ല ബലം വേണം. ഈ തണ്ടല് എന്നുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഉറപ്പുണ്ടെങ്കിൽ ഈ പണിക്ക് പറ്റുള്ളൂ. ഇവരുടെ മാതിരി തൊലി വെളുപ്പും അല്ല കഞ്ചാവ് അടിച്ചാണെന്നും കാര്യങ്ങളാവില്ല. ശരിക്കും നിങ്ങളൊന്ന് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. അതായത് നമ്മുടെ കുടുംബത്തേക്ക് നോക്കാൻ വരണം. ഇവിടെ വെള്ളക്കാര് സ്വന്തം മക്കളെ ഇരുത്തിക്കൊണ്ട് കാറിനകത്ത് സിഗരറ്റും വലിച്ചിട്ട് പോകുമ്പോ നമ്മളാകുന്ന ഇമിഗ്രൻസ് ഒന്നും അത്രയും മോശപ്പെട്ട പണി ചെയ്യില്ല. 2ഉം 3ഉം കെട്ടി തൊള്ളേ തോന്നിയ മാതിരി മക്കളുണ്ടാക്കിയിട്ട് ഇട്ടിട്ട് പോവുക ചെയ്യുക. നിങ്ങൾ വെള്ളക്കാട് സംസാരിച്ചു നോക്ക്. നിന്റെ അപ്പനോ അപ്പാപ്പനോ പലർക്കും അറിയില്ല ആരാണ് എവിടെയാണെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. നിങ്ങൾ വലിയ ഇൻഡിവിജ്വലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടെ കുടുംബത്തിന്റെ ബേസ് തകർന്നു പോയി നിങ്ങളുടെ ആ ബേസുകൾ. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കാണിക്കുമ്പോ ഞങ്ങളിൽ നിന്ന് നിങ്ങൾ നല്ലത് നോക്കി പഠിക്ക്. പിന്നെ നമുക്കും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മുമ്പിൽ കാണുന്നുണ്ട് ഒരു വാൾമാർട്ടിന്റെ ബാഗ് പുറത്ത് കിടക്കണത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണല്ലോ കർത്താവ് ഞാൻ അത് പറയണേന്നുള്ളത് എനിക്കൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മുടെ കയ്യിലും കുറച്ച് കുഴപ്പമുണ്ട്. നമുക്ക് പക്ഷെ കുറച്ച് കുഴപ്പമുള്ളൂ. ഇവർ അത്രയും വലിയ വലിയ കുഴപ്പങ്ങളൊന്നും നമുക്കില്ല. നമ്മൾ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ വല്ല പാർക്കിൽ പോയി ഡാൻസ് കളിക്കും. പിന്നെ നമ്മൾ എവിടെയും മൂത്രമൊഴിക്കരുന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രമൊഴിക്കും, പറ്റുമെങ്കിൽ അപ്പിട്ട് വയ്ക്കും. അത് ചെയ്യും നമ്മൾ. പിന്നെ എന്താ വെച്ചെങ്കിൽ എന്താ പറയാ, ഗാർബേജ് വലിച്ചെറിയുക, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. മറ്റേ സിവിക് സെൻസ് ഉണ്ടല്ലോ, ഈ സാധനം വന്നു കഴിഞ്ഞാല് നമ്മൾ ഇവരെക്കാട്ടിലും പുലികളാ. അപ്പൊ ആ ഒരു കാര്യം കട്ടയ്ക്കാണ്ട് പറഞ്ഞു കൊടുക്കുക. ഇവിടുത്തെ പല കാര്യങ്ങളും ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ നട്ടല് എന്താ പറയാ വെള്ളാക്കിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നും നമ്മൾ തല കുനിക്കേണ്ടവരല്ല എന്നുള്ളതും പറഞ്ഞു കൊടുക്കുക. ഇത് ഒരിക്കലും ആ റാലിയുടെ മുന്നേ പോയിട്ട് പറയാൻ നിൽക്കരുത്. അവിടെ മിക്കവാറും അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ആ റാലിയുടെ വഴിക്ക് പോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നാണ് നമുക്ക് ഏറ്റവും ഉത്തമമായൊരു കാര്യം. ഈ ഒരു സാധനത്തുണ്ടല്ലോ, ഈ ഒരു ഇമിഗ്രൻസ് ആണെങ്കിൽ മൊത്തം പ്രശ്നമാക്കണേ, ഞങ്ങളുടെ ജോലി പോയേ. നമ്മുടെ നാട്ടില് ബംഗാളികൾ വന്നില്ലേ? എന്തുകൊണ്ടാണ് അവർ വന്നത്? അവർക്ക് അവിടെ ജോലി ചെയ്യാനുള്ള അവസരം ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ മലയാളികളുടെ കഴിവേട് അല്ലെങ്കിൽ നമ്മുടെ മലയാളികള് ഞാൻ ഉൾപ്പെടെയുള്ളവർ അവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യാത്തോണ്ടാണ് അവിടെ ബംഗാളികൾ വന്നേ. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇനി ഒട്ടും അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്താ, വന്ന് ജോലി പോയി. ഇപ്പോ ഇവിടുത്തെ നമ്മുടെ പിള്ളേർക്ക് ഇവിടെ വെള്ളക്കാരി പെണ്ണുങ്ങളെ കെട്ടി തുടങ്ങി. നമ്മുടെ പെൺപിള്ളേര് ആൺപിള്ളേരും കെട്ടി തുടങ്ങി. ചേടാ, അപ്പൊ ജോലിയും പോയി, മനസ്സമാനം പോയി. ഞങ്ങളുടെ പിള്ളേരും കൂടി കെട്ടിക്ക. ഇഷ്ടപ്പെടില്ല. അവർക്ക് നല്ല മുറുമുറുപ്പുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയിട്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക. നമ്മുടെ ട്രംപണ്ണനാണ് ഏറ്റവും ഫസ്റ്റ് ഈ പറഞ്ഞ ഈ ഒരു പാട്രിയോട്ടിസം വെച്ചിട്ടേ നൈസായിട്ട് വോട്ട് പിടിച്ച് ജയിച്ച ആള്. ആ സാധനം അവിടെ വിജയിച്ചു. മാകാന്നും പറഞ്ഞിട്ട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങി വെച്ച ഇടപാടിനെ കൊട പിടിച്ചിട്ടാണ് ബാക്കിയുള്ള ലെവലിലേക്ക് ഓരോരുത്തരായിട്ട് വരണത്. ഓസ്ട്രേലിയ എന്നുണ്ടായത് ഈ സാധനം അങ്ങനെ വലിയ സ്റ്റൈലില് ആവേശമായി ഇടയ്ക്ക് ഈ നിയോനാസികൾ കയറി അങ്കലപ്പാക്കിയപ്പോ അവരെന്ത് ചെയ്തേ, നിർത്തിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങളെ പണിക്കില്ല, ഞങ്ങളുടെ ആവശ്യം ഇതാണ്. അതായത് ഇല്ലീഗലായിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ട് മാറിയിക്കണം എന്നുള്ളതാണ്. അത് ഞാൻ ഇപ്പോഴും പറയണു, ഇല്ലീഗൽ ഇമിഗ്രേഷൻ പ്രശ്നം തന്നെയാണ്. പക്ഷെ ഇമിഗ്രൻസ് ഇവര് പറയുന്ന ക്രൈറ്റീരിയ മീറ്റ് ചെയ്തുകൊണ്ട് ഇവര് പറയുന്ന IELTS സ്കോർ എടുത്ത് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവര് പറയുന്ന ഫീസും അടച്ച് വന്നിട്ട് പിന്നെ ഒരുമാതിരി വലിഞ്ഞു കയറി വന്നു വർത്തമാനം പറയരുത്. കാരണം ഓരോ ഇമിഗ്രന്റും അവന്റെ നല്ല പ്രായം, ഇപ്പൊ ഞാൻ 10-14 കൊല്ലായി, 20-30 വർഷമായിട്ട് ജോലി ചെയ്ത് നല്ല പ്രായം
ഇവിടെ ചെലവഴിച്ച് ഗവൺമെന്റ് ടാക്സ് കൊടുത്ത് ആ ടാക്സ് കൊണ്ടാണ് നിങ്ങളേക്കും തീറ്റി പോരുന്ന ഗവൺമെന്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. അവർക്ക് മിണ്ടാതിരിക്കരുത്, ശാന്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. അത് ഇത് കേട്ടിട്ട് അയ്യോ ശരിയാ ഞങ്ങളുടെ ആൾക്കാർ കുഴപ്പ പറയരുത്. നമ്മുടെ ആൾക്കാരിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് അവരുടെ ആൾക്കാരിലും ഉണ്ട്. വെള്ളക്കാർ റോഡിൽ മൂത്രമൊഴിക്കുന്ന ട്രക്ക് ഡ്രൈവറായി ഞാൻ കാണുന്നതാ. അതാരും വീഡിയോ എടുത്ത് പിന്നാലെ വിടണില്ല. ആ സമയം ഒരു ഇന്ത്യക്കാരൻ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഓടി വരും ക്യാമറ നോക്കിയിട്ട്. ശരിക്കും അവന് തിരിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ വേണ്ട, അപ്പൊ അവന്റെ പ്രശ്നം അവസാനിച്ചോളും. അപ്പൊ നമ്മുടെ ആൾക്കാർ അത്ര നല്ലവരല്ല, നമ്മുടെ ആൾക്കാരുടെ കയ്യിലുണ്ട്. പക്ഷെ ഈ ഒരു സംഭവം നടക്കുമ്പോ ലോകത്ത് മൊത്തത്തില് ഇമിഗ്രൻസിനെതിരെ ഒരു വലിയൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിന് ഇവർ പല പല അഭ്യാസങ്ങൾ കാണിക്കും. നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക, മാക്സിമം നമ്മളൊന്ന് ഒതുങ്ങി നിൽക്കാന്ന് ഉദ്ദേശിച്ചത് പ്രതികരിക്കാണ്ടിരിക്കുക എന്നുള്ളതല്ല. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ട പോലെ മാന്യമായിട്ട് പ്രതികരിക്കുക. അന്തസ്സാണ്. ചില ഏരിയയിലേക്ക് ഉണ്ടല്ലോ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നോക്കി നിന്നാൽ മതി, അവർക്ക് മനസ്സിലാവും നമ്മളെന്ത് ഉദ്ദേശിക്കണം എന്നുള്ളത്. കൂടുതലൊന്നും പറയണ്ട, ആ നോട്ടത്തിലുണ്ടാവും കംപ്ലീറ്റ് കാര്യങ്ങൾ എന്താന്നുള്ളത്. പല പല രാഷ്ട്രീയക്കാരും പല പല അസോസിയേഷൻകാരും അല്ലെങ്കിൽ പല പല ഗ്രൂപ്പുകളൊക്കെയും ഈ ഒരു സാധനത്തിനെ വെച്ചുകൊണ്ട് മുതലാക്കാൻ വേണ്ടിയിട്ട് ഊതി വീർപ്പിക്കും. രാഷ്ട്രീയക്കാർക്ക് വോട്ട് കിട്ടണം, വേറെ വല്ല ടീമുകളാണെങ്കിൽ വല്ല സ്ഥാനമാനങ്ങൾ കിട്ടണം, അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം കിട്ടണം. അതിനൊക്കെ വേണ്ടിയിട്ട് അവര് ഈ വക കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഊതി വീർപ്പിച്ച് നമ്മുടെ തലയ്ക്കിടും. എന്ത് പറ്റിയാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആൾക്കാരുടെ കയ്യിലുള്ള അറാമ്പറപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേഷ അടിപൊളി സാധന, അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ നമ്മളൊന്ന് നന്നായി കഴിഞ്ഞാൽ നമ്മൾ നല്ലത്. കാരണം നമുക്ക് പെട്ടെന്ന് നന്നാവാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടില് ഒരു ലൈസൻസ്, ഇപ്പൊ ഞാൻ ഗണേഷ് കുമാറിന്റെ ഒരു വീഡിയോ കണ്ടു. പുള്ളി പോരാ ഡെയിലി ഒരു ദിവസം 140 ജില്ല ലൈസൻസ് ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തു, പിന്നെ 45 വേറെ കൊടുത്തു, പിന്നെ ബസ് പരിശോധിച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളാ. എങ്ങനെയാ? ഫുള്ള് കൈക്കൂലിയാ. നമ്മളൊരു വില്ലേജ് ഓഫീസിൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മളേക്കും ജനിച്ചിട്ടേ നമ്മുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുന്നിടത്ത് തുടങ്ങുകയാണ് കൈക്കൂലി. അങ്ങനത്തെ ഒരു രാജ്യത്ത് നിന്ന് വരുന്നവരാണ് നമ്മൾ. എവിടെ മൂത്രം വയ്ക്കരുത്, അവിടെ മൂത്രം വെച്ചൊരു പ്രത്യേക സുഖം നമുക്ക്. അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് എവിടെ എന്താ പോയാല് എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനത്തെ കാരണം നമ്മുടെ നാട്ടില് അങ്ങനെ ജീവിക്കുന്നവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തു. പക്ഷെ ഇപ്പൊ കാലഘട്ടങ്ങൾ മാറുണ്ടാവാം, പക്ഷെ അന്ന് അങ്ങനെയായിരുന്നു. ആ ആൾക്കാരാണ് ഇവിടെ വന്നേക്കണേ. അപ്പൊ ഇവരെ സംബന്ധിച്ച് അവിടെ ചെയ്യരുത്, എന്ത് ചെയ്ത കുഴപ്പം, ഞാൻ അവിടെ ചെയ്യുന്നതല്ലേ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നുള്ള തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് അവര് ആ ഒരു കാര്യം ചെയ്യണേ. സമയം എടുക്കും, അത് മാറിക്കോളും. കിട്ടേണ്ടത് കിട്ടുമ്പോൾ തോന്നേണ്ടത് തോന്നാൻ കുറച്ച് സമയം എടുക്കും എന്ന് പറയില്ലേ, അതുപോലെ സമയം എടുത്തോളും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും വൈകിയെന്നറിയാം, ഇവിടെ ഓണം അവസാനിച്ചിട്ടില്ല, ഇവിടെ സ്റ്റിൽ എന്താ പറയാ ഓണം മൂഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു ഓണാശംസകൾ നേരുന്നു. ഓക്കെ, വീണ്ടും കാണാം. ശരി.